ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് ഡീസലാണ്, 2014 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ജനറൽ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ അബ്നോർമൽ നോയ്സ് ഉണ്ട്. നോർമൽ നോയ്സ് പറഞ്ഞാൽ സൈലൻസർ തട്ടുന്നൊരു സൗണ്ടായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ കടകടാന്ന സൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ടിന് കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റിയറിംഗ് റാക്ക് കംപ്ലീറ്റും എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് മാറ്റണം എന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞത്. കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞു അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് പണിയുണ്ട്, സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലീറ്റ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് സ്റ്റിയറിംഗ് ബോക്സ് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്കിനോ പിന്നീനോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് നമുക്ക് എന്തായാലും സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ട അവസ്ഥയിൽ വരുന്നത്. അല്ലാതെ ബുഷ് പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്കെല്ലാം സർവീസ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ നോക്കിയപ്പോൾ റാക്ക് ബുഷ് കംപ്ലയിൻ്റ് ഇല്ല. ഇതിൽ മെയിനായിട്ട് കംപ്ലയിൻ്റ് ഉള്ളത് റൈറ്റ് സൈഡിൽ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് ഹെവി ആയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കംപ്ലയിൻറ്റ് എനിക്കിതിൽ ചെക്ക് ചെയ്തതിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് മാറ്റുകയും ചെയ്തു. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് റൈറ്റ് സൈഡിൽ കയറ്റിയിട്ടില്ല, ഓരോരുത്തരും കയറ്റുന്നുള്ളൂ. അതുകൂടാതെ സെക്കൻഡ് ഗിയർ കംപ്ലയിൻറ്റ് പറഞ്ഞു. സെക്കൻഡ് ഗിയർ ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിന്ന് സെക്കൻഡ് ഇടുമ്പോൾ നോർമലിൽ പക്കയായിട്ട് വീഴും, നോർമലായിട്ട് നമ്മൾ ഇടുമ്പോൾ വീഴും. പക്ഷേങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇട്ടതിന് ശേഷം നമുക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ, തേർഡിൽ നിന്ന് സെക്കൻഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വണ്ടി ഗിയർ വീഴില്ല. പിന്നെ അത്രയും വണ്ടി സ്ലോ ആകുമ്പോൾ ആ ഒരു റേഷ്യോയിലേക്ക് വരുമ്പോൾ ഗിയർ അതിനകത്ത് വീഴും. അതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അതും ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്ലച്ചും നമുക്കിതിനകത്ത് മാറ്റാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കിയിട്ടിരിക്കുകയാണ്, ക്ലച്ച് അയച്ചിട്ടില്ല. ക്ലച്ചിൻ്റെ അവസ്ഥ ഭയങ്കര മോശം തന്നെയാണ്. എന്താ വെച്ചാൽ തുരുമ്പ് പിടിച്ച് അങ്ങനെ ഒരു ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തായാലും മാറ്റണം, ക്ലച്ചും കൂടെ ഇതിനകത്ത് മാറ്റണം. അപ്പോൾ ഗിയർ ബോക്സ് ഇളക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇളക്കിയിട്ടതിൽ അതിൻ്റെ മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിങ്ക്രണൈസർ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ മെഷിങ് ആകാത്തൊരു കംപ്ലയിൻറ്റ് വരുന്നത്. വെച്ചാൽ ഗിയർ ഇടുമ്പോൾ ഒരു സൗണ്ട് ക്രക്കുന്നൊരു സൗണ്ട് വന്നിട്ട് വീഴുക, ഗിയർ വീഴാതിരിക്കുക, ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ടും വരുന്നത് അതിൽ സിങ്ക്രണൈസർ കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് മെയിനായിട്ട് വരുന്നത്. അതേ ഉള്ളൂ അതിനകത്ത്, മനസ്സിലായില്ലേ? വേറെ കംപ്ലയിൻ്റ് ഒന്നും അതിനകത്ത് വരാനില്ല. അപ്പോൾ നമ്മൾ സിങ്ക്രണൈസർ ഫസ്റ്റും സെക്കൻഡിനും സിങ്ക്രണൈസർ മാറ്റുന്നുണ്ട്. അത് ഗിയർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്, അതെന്തായാലും മാറ്റണം. മെയിനായിട്ട് സ്വിഫ്റ്റിന് ഈ ഒരു കംപ്ലയിൻറ്റ് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ ഫസ്റ്റും സെക്കൻഡ് അതുപോലെ തേർഡിലേക്കും ഒരു കംപ്ലയിൻറ്റ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർത്തും തേർഡിലേക്ക് വരുമ്പോൾ ക്രക്കെന്ന് പറഞ്ഞുകൊണ്ട് വീഴും. ആ ഒരു കംപ്ലയിൻറ്റും സ്വിഫ്റ്റിന് മെയിനായിട്ട് വരുന്നത്. സിങ്ക്രണൈസർ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ തേർഡും ഫോർത്തും കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ അതിൽ അഴിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സെക്കൻഡ് മാത്രം മാറ്റാതെ ഫസ്റ്റും സെക്കൻഡ് രണ്ടും ഒരുമിച്ച് കൂടെ മാറ്റുക. ഒരു ഷാഫ്റ്റിൽ വരുന്ന എന്തായാലും അഴിക്കുമ്പോൾ അതിൽ വരുന്ന സിങ്ക്രണൈസർ റിങ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഇത് തേർഡും ഫോർത്തും നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിവിട്ടാൽ നമുക്ക് ഒരേ പണിയോട് കൂടി കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സിന് അധികം വിലയൊന്നും വരില്ല. ഫസ്റ്റും സെക്കൻഡിനും നല്ല വിലയുണ്ട്. 1,800 ചില രൂപയോളം വരുന്നുണ്ട് ഒരു സിങ്ക്രണൈസർ റിങ് സെറ്റിന്. അതിന് സെറ്റോട് കൂടിയിട്ടാണ് വരിക. അതിൽ സെറ്റ് ഓഫ് 3 ആയിട്ടാണ് വരുന്നത്. റിങ്സ്, സിങ്ക്രണൈസർ, അതിൻ്റെ ഉള്ളിലൊരു സ്പേസർ, പിന്നെ ഒരു ഇതും കൂടെ വരും, റിങ്ങും കൂടെ വരും. 3 റിങ്ങായിട്ടാണ് അത് സെറ്റോട് കൂടിയിട്ട് വരുന്നത്. 1,800 ചില രൂപയിൽ വരും. ഫസ്റ്റ് സെക്കൻഡിന് സെയിം പാർട്ട് നമ്പർ തന്നെയാണ്, സെയിം തന്നെയാണ് അത്. അപ്പോൾ അതെന്തായാലും നമുക്ക് മാറ്റണം. എല്ലാം പിരിച്ചിട്ടുണ്ട്, സാധനം എത്തിയിട്ട് നമുക്കതൊന്ന് മാറ്റണം. അത് നമുക്ക് ഇവിടെ തന്നെ മാറ്റാവുന്നുള്ള ലേത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. തേർഡും ഫോർത്തും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേത്തിൽ ഒരു ബെയറിങ് വരുന്നുണ്ട്. അത് ഇത്തിരി ടൈറ്റ് ബെയറിങ് ആയിരിക്കും. നമുക്ക് തട്ടിയാലും ഊരി പുറത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതുമാത്രം നമുക്ക് ലേത്തിൽ കൊടുക്കണം. മറ്റേത് ലേത്തിൽ കൊടുക്കണം, നമുക്കിവിടെ നിന്ന് അഴിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാൻ റാക്കിൻ്റെ പുഷൊക്കെ അഴിച്ച് നോക്കിയതാണ്, കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അതിനകത്ത്. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് കാലിപ്പർ ചെറിയൊരു സൗണ്ട് ഉണ്ട്, കാലിപ്പർ പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോൾ കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് മാറും, പൂർണ്ണമായിട്ട് മാറും. വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇതിനകത്ത് നമുക്ക് നോക്കിയതിൽ കാണാനില്ല. ഇതിപ്പോൾ റാക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8,000 ചില രൂപയോളം സ്റ്റിയറിംഗ് റാക്കിന് ഗിയർ ബോക്സിന് വരുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ബോൾ ജോയിൻറ്റ് മാത്രം ഇപ്പോൾ നമ്മൾ മാറ്റണല്ലോ. ബോൾ ജോയിൻറ്റ് ചെറിയ വിലയല്ലോ, അപ്പോൾ അത് മാത്രമേ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സൈലൻസർ മുട്ടുന്നതായിട്ടാണ് സൗണ്ട് കിട്ടുന്നത്. എന്താ വെച്ചാൽ ഈ സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യാനുള്ള കംപ്ലയിൻറ്റുകൾ എത്രയാണ് എന്ന്: ഗിയർ ബോക്സ് പണിയണം, ക്ലച്ച് പണിയണം, ജനറൽ സർവീസ് ഉണ്ട്, ഫ്രണ്ട് സസ്പെൻഷൻ സൗണ്ട്, ഇതെല്ലാം നമുക്ക് ക്ലിയറാണ്. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും സിങ്ക്രണൈസർ റിങ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് പുതിയ സിങ്ക്രണൈസർ റിങ്ങാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 3 പീസായിട്ടാണ് വരുന്നുണ്ടല്ലേ. 1, 2, 3 പീസായിട്ടാണ് വരുന്നത്. അതിൽ ഈ ഭാഗം നല്ലോണം അടിച്ചടിച്ച് ഓടിയിരിക്കുകയാണ് ഉണ്ടല്ലേ. അത് മാത്രമല്ല, നമുക്ക് ഇടുമ്പോൾ ഈ കാണുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് കുറച്ച് കുറവായിരിക്കും ഇതിന്. എന്താ വെച്ചാൽ തേഞ്ഞിട്ട് വരുന്നൊരു ഗ്യാപ്പാണത്. ഗിയർ ഓയിൽ കറക്റ്റ് ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും വരുന്നത്. പിന്നെ കിലോമീറ്റർ ഓടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സിങ്ക്രണൈസർ കംപ്ലയിൻറ്റും വരാറുണ്ട്. കണ്ടില്ല, ഇവിടെ ഇടിച്ചിടിച്ച് കട്ടിങ് ആയിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഗിയർ ഇടാനുള്ള ടൈറ്റ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിന് പുതിയ സെറ്റ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ വരുമ്പോൾ ഫസ്റ്റിൻ്റെ ഇനിയിപ്പോൾ സെക്കൻഡിൻ്റെ വരുന്നുണ്ട് ഗിയറുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനകത്ത്. ഇത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഏകദേശം 1800 ചില്ലാൻ രൂപ വില വരുന്നുണ്ട് ഒരു സെറ്റിന്. നമുക്ക് ഇത്രയും സാധനമാണ് ഗിയർ ബോക്സിൽ വരുന്നത്. ഇത് ഫസ്റ്റും സെക്കൻഡിൻ്റെയും ഗിയറാണ്. അതുപോലെ 4th, 3rd, 4th ഗിയറാണ് ഈ വരുന്നത്. പിന്നെ 5th മുകളിലാണ്. 5th റിവേഴ്സും ഏറ്റവും ടോപ്പിലാണ് ഇതിനകത്ത് വരുന്നത്. ഇനി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. മൊത്തം ഓയിൽ ലീക്കും അതുപോലെ തന്നെ കറിയും ഒക്കെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, ഒക്കെ ചളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അതുപോലെ തന്നെ റിലീസ് ബെയറിങ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടില്ല, ഒക്കെ ലീക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാം റിലീസ് ബെയറിങ് ക്ലച്ച് എല്ലാം കൂടെ മാറ്റുമ്പോൾ ഇറക്കിയത് കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ചിട്ടങ്ങ് എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കയറ്റാം. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ ഒരു നോയ്സ് കസ്റ്റമർ പറയുന്നുണ്ട്, അതൊന്ന് നോക്കാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ റണ്ണിങ്ങിലൊന്നും നമുക്ക് നോയ്സ് കിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഗിയർ എടുത്തിട്ട് ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയർ എടുക്കുന്ന ഇനിഷ്യൽ ആ സമയത്ത് മാത്രം വണ്ടി ബുറന്നൊരു സൗണ്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ ടെൻഷനറിൻ്റെ ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത്. പക്ഷേ ടെൻഷനറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല സൗണ്ട് വരുന്നത്. ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഞാൻ നേരത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി 1 വേ ക്ലച്ച് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ആ സെയിം സൗണ്ട് അതിനകത്ത് വരും. എന്താ വെച്ചാൽ അതിലൊരു ഡാമ്പിങ് ഉണ്ട്. നമ്മുടെ ഷോക്ക് സ്പ്രിങ്ങിന് ഡാമ്പിങ് വൈബ്രേഷൻ എടുക്കുന്നത് പോലെ ഓൾട്ടർനേറ്റർ പുള്ളിയിലാണ് ആ ഒരു ഡാമ്പിങ് എടുക്കുന്നത്. ആ സംഭവം എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ബെൽറ്റ് കിടന്നിട്ട് പടപടാന്ന് പറഞ്ഞടിക്കും. അത് ഏത് വണ്ടിയാണെങ്കിലും ശരി, ആ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ടാണ് അതിനകത്ത് വരുന്നത്. ബെൽറ്റിൻ്റെ ഷെവർലൈറ്റിൻ്റെ വണ്ടികൾക്കായിരിക്കും കൂടുതൽ സൗണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റർ പുള്ളി മാറാനുണ്ട്. പക്ഷേ ആ ഒരു വർക്ക് മാത്രം പെൻഡിങ് ഉണ്ട്. ബാക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗിയർ ബോക്സിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ സിങ്ക്രണൈസർ സെക്കൻഡ് ഗിയറിൻ്റെ, തേർഡ് ഗിയറിൻ്റെ, അതുപോലെ 4th, 5th എല്ലാം 4ഉം നമ്മൾ സിങ്ക്രണൈസർ റിങ് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓക്കെയാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 3rഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3rഡിൽ പോകുമ്പോൾ നമ്മൾ സെക്കൻഡിലേക്ക് ഇടുമ്പോൾ ഗിയർ വീഴില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് പൊസിഷനിൽ വീഴുന്നുണ്ട്. നമുക്ക് ന്യൂട്രൽ പൊസിഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിലൊക്കെ വീഴും. പക്ഷേങ്കിൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ടാലും വീഴും. 3rഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇട്ടാലാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് സോൾവ് ആയിട്ടുണ്ടെന്നല്ലേ. നമ്മൾ 3rഡിലിട്ടു, ഇപ്പോൾ സെക്കൻഡിലേക്ക് ഈസി ആയിട്ട് തന്നെ വീഴുന്നുണ്ട്. നേരത്തെ ഈ ഒരു വീഴില്ല, മൊത്തം ടൈറ്റായിട്ടായിരിക്കും നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടില്ല, സിങ്ക്രണൈസറിൽ നല്ലോണം അടി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തപ്പോൾ ഇനി ആ ഭാഗത്ത് യാതൊരുവിധ പ്രശ്നവും അതിനകത്ത് ഉണ്ടായില്ല. ഇനിയിപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ ബെയറിംഗ് മാത്രം ഒന്ന് മാറാനുണ്ട്. കസ്റ്റമർക്ക് ഇന്ന് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷേങ്കിൽ ഓടിച്ച് നോക്കുമ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. വണ്ടി കയറ്റുമ്പോൾ ശ്രദ്ധിച്ചു. എന്താ വെച്ചാൽ ഡ്രൈവിങ്ങിലോ മറ്റു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുമ്പോഴാണ് ആ ഒരു സൗണ്ട് നമുക്ക് പ്രത്യേകം എടുത്ത് കിട്ടുന്നത്. അപ്പോൾ ഇനി വേറെ സസ്പെൻഷൻ്റെ ഭാഗത്ത് സൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കമ്പനിയിൽ കാണിച്ചപ്പോൾ അവർ സ്റ്റിയറിംഗ് റാക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒറ്റ ആവശ്യമില്ല, അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് പോയതിൻ്റെ ആയിരുന്നു. ആ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറ്റി ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. സ്റ്റിയറിംഗ് കോളത്തിന് ബുഷ് മാത്രം ഒന്ന് കടഞ്ഞിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ബുഷും കടഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ബുഷ് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും അതർ മാർക്കറ്റ്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സ്റ്റിയറിങ്ങിൻ്റെ ബുഷ് കടഞ്ഞിട്ട് ഒരു മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് റൈറ്റ് സൈഡിൽ മാറുകയാണ് ചെയ്ത്. കംപ്ലൈൻറ്റ് ഫുള്ളി അറസ്റ്റഡ് ആണ്. ഫ്രണ്ടേജ് യാതൊരുവിധ സൗണ്ടും ഇല്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ കടകടകടകടാന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമറുടെ കംപ്ലൈൻറ്റിൽ ലിസ്റ്റിൽ ഒരേ ഒരു കംപ്ലൈൻ്റ് ഉള്ളൂ. അത് ഈ എഞ്ചിൻ നോയ്സ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓൾട്ടർനേറ്റർ പുള്ളിയുടെയാണ്. അത് നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് സോൾവ് ആവുന്നതാണ്. നമ്മളിപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ബെൽറ്റ് ഇപ്പോൾ നമ്മൾ അയച്ചിട്ടിട്ടുണ്ട്. ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ടിട്ട് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ മൗണ്ടിൻ്റെ അവിടെ നിന്നും ഇതേ സെയിം സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് അയച്ചു വിട്ടിരിക്കുന്നത്. നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയറിട്ടിട്ടൊക്കെ മതി. ഇപ്പോൾ കംപ്ലൈൻറ്റ് സൗണ്ട് ഒട്ടും തന്നെ ഇതിനകത്തില്ല. മതി. നേരത്തെ ഇതുപോലെ നമ്മൾ ഹാഫ് ക്ലച്ചിൽ പിടിച്ച് കഴിഞ്ഞാൽ പൊറന്നൊരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ കംപ്ലൈൻറ്റ് ഓൾട്ടർനേറ്റർ പുള്ളിയുടെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റർ പുള്ളി മാത്രം ഒന്ന് അഴിച്ചിട്ട് നമുക്ക് മാറ്റി വിടാം. ഇതിൻ്റെ ഓൾട്ടർനേറ്റർ അഴിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റർ അഴിച്ചിട്ട് നമുക്കിതൊന്ന് ലോക്ക് ചെയ്തിട്ട് ഇത് തിരിച്ച് നോക്കി അറിയാൻ പറ്റാനില്ല. 2 സൈഡും സ്റ്റക്കാണ്.
അതുകൊണ്ടാണ് ആ ബെൽറ്റിന് ആ നോയ്സ് വന്നുകൊണ്ടിരുന്നത്. ഞാനിനി പുതിയ ബെയറിങ്, ഓൾട്ടർനേറ്റർ ബെയറിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം അത് വർക്കിംഗ് എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ ഇതിൻ്റെ പുള്ളി മാറിയിട്ടുണ്ട്. വൺ സൈഡ് ലോക്കായി, മറ്റേ സൈഡ് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ തിരിഞ്ഞാൽ മാത്രമേ ബെൽറ്റിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ആ ഡാമ്പിങ് സൗണ്ട് പട എന്നുള്ളൊരു വൈബ്രേഷൻ സൗണ്ട് ഫുള്ളായിട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഓൾട്ടർനേറ്റർ പുള്ളിയിൽ ഇങ്ങനെ 2 കംപ്ലൈൻ്റാണ് വരിക. ഒന്ന്, ഫ്രീ ആയിട്ട് കറങ്ങി സ്ലിപ്പായി ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യാണ്ടാവും, മറ്റേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് കയറാതെ ആവും. പിന്നൊരു കംപ്ലൈൻറ്റ് ഇതുപോലെ ബെൽറ്റ് സൗണ്ട് വരും. ആ ബെൽറ്റ് സൗണ്ട് വരികയാണെങ്കിൽ ടെൻഷനർ വേഗം പോയി ടെൻഷനർ പിടിച്ച് മാറ്റേണ്ട. ടെൻഷനറിൻ്റെ അവിടെ ആയിരിക്കും ഈ സൗണ്ട് അനുഭവപ്പെടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാമ്പിങ് എടുക്കാത്തത് കൊണ്ട് ടെൻഷൻ്റെ അവിടെ ആയിരിക്കും സൗണ്ട് അനുഭവപ്പെടുന്നത്. പക്ഷേ ഇതായിരിക്കും കംപ്ലൈൻറ്റ്. നമുക്ക് സെറ്റ് ചെയ്യാം. സ്വിഫ്റ്റിൻ്റെ ഓൾട്ടർനേറ്റർ പുള്ളി അതുപോലെ ബെൽറ്റും അതിനകത്ത് മാറിയിട്ടുണ്ട്. അതുപോലെ ക്രാങ്ക് കേസ് ലീക്കുള്ളത് റീസെയിൽ ചെയ്തിട്ടുണ്ട്. ആക്ക് ഇപ്പോൾ ആ സൗണ്ട് പക്ക നോർമലായിട്ടുണ്ട്. ആ സൗണ്ട് പടപടപടാന്നുള്ളൊരു സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ടെൻഷനറാണെന്ന് പറഞ്ഞ് ടെൻഷനർ മാറാതിരിക്കും. ഇത് ഓൾട്ടർനേറ്റർ പുള്ളിയുടെ ആയിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഓൾട്ടർനേറ്റർ പുള്ളി, ബെൽറ്റ് മാറ്റിയിട്ടുണ്ട്. ആ കംപ്ലയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്.